അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 28. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി. അമ്മാ ബഅദ്. നാം പറഞ്ഞു വന്നത് ലഅന്നൽ കലാമ ഇമ്മാ ഖബറുൻ ഔ ഇൻശാഉൻ. കലാമ് ഒരുപക്ഷെ ഖബറാണ്, അല്ലെങ്കിൽ ഇൻഷാ ആണ്. ഇൻകാലി നിസ്ബത്തിഹി ഖാരിജുൻ. കലാമിന്റെ നിസ്ബക്ക്, കലാമിൽ നിന്ന് അറിയപ്പെട്ട നിസ്ബക്ക് ഖാരിജുൻ, ഒരു ഖാരിജിയായ നിസ്ബ ഉണ്ടെങ്കിൽ തുതാബിഖുഹു. എങ്ങനെയുള്ള ഖാരിജിയായ നിസ്ബ? കലാമിയായ നിസ്ബ ഈ ഖാരിജിയായ നിസ്ബയോട് യോജിക്കും, അല്ലെങ്കിൽ യോജിക്കുകയില്ല. അങ്ങനത്തെ നിസ്ബയുള്ള കലാമാണെങ്കിൽ ആ കലാമ ഖബറാണെന്നും, വഇല്ല, അതായത് ഖാരിജ് ഇല്ലെങ്കിൽ. എങ്ങനെയുള്ള ഖാരിജ്? കലാമിയ നിസ്ബ ഖാരിജ നിസ്ബനോട് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു ഖാരിജ് ഇല്ലെങ്കിൽ ഇൻഷാ ആണ് എന്നുമാണ് പറഞ്ഞത്. ശാരിഹ് റഹിമഹുല്ലാ എന്നവരുടെ തഹ്ഖീഖ് പ്രകാരം ഇൻഷാഇയായ കലാമിന് എന്തുണ്ട്? ഖാരിജുണ്ട്. ആ ഖാരിജിനോട് കലാമിയ നിസ്ബ ഒക്കുകയും ഒക്കാതിരിക്കുകയും ചെയ്യാം, പക്ഷെ അതിലേക്ക് ഖസ്ദില്ല എന്നാണ് ശാരിഹ് തങ്ങളുടെ തഹ്ഖീഖ്. ആ തഹ്ഖീഖ് അനുസരിച്ചും മുസന്നിഫിന്റെ ഇബാറത്തിന് മാന വെക്കാം. അതെങ്ങനെയാണ് വെക്കേണ്ടത്? ഇൻകാലിൽ നിസ്ബത്തിഹി ഖാരിജുൻ തുതാബിഖുഹു എന്നുള്ളടത്ത് ഐ തുഖ്സദു മുതാബഖത്തുഹാ ലഹു എന്ന് വെച്ചാൽ മതി. പിന്നെ ഇൻകാലിൽ നിസ്ബത്തിഹി കലാമിന്റെ നിസ്ബക്ക് ഉണ്ടായാൽ ഖാരിജുൻ, ഒരു ഖാരിജിയായ നിസ്ബ. എങ്ങനെയുള്ള ഖാരിജിയായ നിസ്ബയാണ്? തുതാബിഖുഹു, ഈ കലാമിയാ നിസ്ബ ആ ഖാരിജിയാ നിസ്ബനോട് വക്കലിനെ കരുതപ്പെടും, അല്ലെങ്കിൽ വക്കാതിരിക്കലിനെ കരുതപ്പെടും, എന്നാൽ ഖബറാണെന്നും. വഇല്ലാ ഫഇൻഷാഉൻ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വെക്കണം? വഇല്ലാ യകുല്ലി നിസ്ബത്തിഹി ഖാരിജുൻ തുഖ്സദു മുതാബഖത്തുഹു ഔ അദമു മുതാബഖത്തിഹി ഫഇൻഷാഉൻ. കലാമിന്റെ നിസ്ബക്ക് ഖാരിജില്ല. എങ്ങനെയുള്ള ഖാരിജില്ല? ഖാരിജില്ല. ആ ഖാരിജിനോട് കലാമിയ നിസ്ബ വക്കലിനെ കരുതപ്പെടുന്ന ഖാരിജില്ല. അപ്പൊ കരുതപ്പെടാത്ത ഖാരിജുണ്ട്. ഔ അദമു മുതാബഖത്തിഹി, ഒക്കാതിരിക്കലിനെ കരുതപ്പെടുന്ന ഖാരിജില്ല. അപ്പൊ ഒക്കാതിരിക്കലിനെ കരുതപ്പെടാത്ത ഖാരിജുണ്ട്. അപ്പൊ മഖ്സൂദല്ലാത്ത ഖാരിജ് ഉണ്ടായാൽ എന്തായി? വക്കൽ മഖ്സൂദല്ലാത്തത്, അല്ലെങ്കിൽ വക്കാതിരിക്കൽ മഖ്സൂദല്ലാത്ത ഖാരിജ് ഉണ്ടായാൽ ഇൻഷാ ആണ് എന്ന് ഷാരിഹിന്റെ തഹ്ഖീഖ് പ്രകാരം മുസന്നിഫിന്റെ ഇബാറത്തിന് മഅന നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ്. ഇനി പറയുന്നത് തുടക്കം ഇവിടെ നിന്നാണ്. വൽ ഖബറു ലാ ബുദ്ദ ലഹു മിൻ മുസ്നദിൻ ഇലൈഹി വ മുസ്നദിൻ വ ഇസ്നാദിൻ വൽ മുസ്നദു ഖദ് യകൂനു ലഹു മുതഅല്ലിഖാത്തുൻ ഇദാ കാന ഫിഇലൻ ഔ ഫീ മഅനാഹു എന്നാണ്. വൽ ഖബറു ഖബറാകുന്നത്, ലാ ബുദ്ദ ലഹു ആ ഖബറിന് കൂടാതെ കഴിയില്ല, മിൻ മുസ്നദിൻ ഇലൈഹി ഒരു മുസ്നദ് ഇലൈഹി കൂടാതെ കഴിയൂല, ഓ മുസ്നദിൻ ഒരു മുസ്നദും കൂടാതെ കഴിയൂല, ഓ ഇസ്നാദിൻ ഒരു ഇസ്നാദും കൂടാതെ കഴിയില്ല. ഖബരിയായ കലാമിന് ഒരു മുസ്നദ് ഇലൈഹി വേണം, മുസ്നദ് വേണം, ഇസ്നാദ് വേണം. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വൽ മുസ്നദു ഖദ് യകൂനു ലഹു മുതഅല്ലിഖാത്തുൻ. മുസ്നദിന് ചിലപ്പോൾ മുതഅല്ലിഖുകൾ ഉണ്ടാകും, ഇല്ലാതെ വരികയും ചെയ്യാം. എപ്പോൾ? ഇദാ കാന ഫിഇലൻ, അത് ഫിഇലായാൽ,
ഔ ഫീ മഅനാഹു അല്ലെങ്കിൽ ഫീലിന്റെ മഅനയിലുള്ളതായാൽ. ഇവിടെ മുസന്നിഫ് വിവരിക്കുന്നത് ഇൽമുൽ മആനി 8 ബാബിൽ മുൻഹസിറാകാനുള്ള കാരണം വിവരിക്കുകയാണ്. ഈ പറഞ്ഞതുകൊണ്ട് 4 ബാബ് ഇവിടെ നിന്ന് ലഭിച്ചു. മുസ്നദ് ഇലൈഹി അത് 1, മുസ്നദ് 2, ഇസ്നാദ് 3, മുതഅല്ലിഖാത്തുൽ ഫീൽ 4. അതുകൊണ്ടാണ് അഹ്വാലുൽ ഇസ്നാദ്, അഹ്വാലുൽ മുസ്നദ് ഇലൈഹി, അഹ്വാലുൽ മുസ്നദ്, അഹ്വാലു മുതഅല്ലിഖാത്തുൽ ഫീൽ 4 ബാബ് ഈ പറഞ്ഞതിൽ നിന്ന് ലഭിച്ചു. കൽ മസ്തരി ഔ ഫീ മഅനാഹു എന്ന് പറഞ്ഞല്ലോ, ഫീലിന്റെ മഅനയിലുള്ളത്. അത് മസ്തർ പോലെ, വസ്മിൽ ഫാഇലി ഇസ്മുൽ ഫാഇൽ പോലെ, വസ്മിൽ മഫ്ഊലി ഇസ്മു മഫ്ഊൽ പോലെ. അപ്പോൾ ഫീലിന്റെ മഅനയിലുള്ള മസ്തർ, ഇസ്മു ഫാഇൽ, ഇസ്മു മഫ്ഊൽ, ഉമാ അശ്ബഹ ദാലിക അതിനോട് തുല്യമായ ഒന്നുപോലെയും സിഗത്ത് മുശബ്ബഹ, ഇസ്മു തഫ്ദീൽ ഒക്കെ പെടും. ഇസ്മു മഫ്ഊൽ ഇവകളൊക്കെ ആയി വന്നാൽ മുതഅല്ലിഖാത്തുണ്ടാകും. ഇപ്പൊ 4 ബാബാണ് ഈ പറഞ്ഞതിൽ നിന്ന് ലഭിച്ചത്. അഹ്വാലുൽ മുസ്നദ് ഇലൈഹി, അഹ്വാലുൽ മുസ്നദ്, പിന്നെ ഇസ്നാദിന്റെ അഹ്വാലുകൾ, മുതഅല്ലിഖാത്തുൽ ഫീലിന്റെ അഹ്വാലുകൾ. വലാ വജ്ഹ ലിതഖ്സീസി ഹാദൽ കലാമി ബിൽ ഖബരി. ശാരിഹി തങ്ങൾ പറയാണ്, ഈ കലാമിനെ ഖബർ കൊണ്ട് പ്രത്യേകമാക്കിയതിന് യാതൊരു ന്യായവും ഇല്ല. ഏത് കലാമ്? വൽ ഖബറു ലാ ബുദ്ദ ലഹു തുടങ്ങി ഔ ഫീ മഅനാഹു വരെയുള്ള ആ മത്തന്, തൽഖീസിന്റെ ഇബാറത്ത്, ആ കലാമിനെ ഖബർ കൊണ്ട് പ്രത്യേകമാക്കിയതിന് ഒരു വജുഹും ഇല്ല. കാരണം ഇൻഷാഇനും എന്തുണ്ടാകും? മുസ്നദ് ഇലൈഹി ഉണ്ടാകും, മുസ്നദിനും ഉണ്ടാകും. അല്ല, ഇൻഷാഇന് എന്തുണ്ടാകും? മുസ്നദ് ഇലൈഹി ഉണ്ടാകും, മുസ്നദും ഉണ്ടാകും, ഇസ്നാദും ഉണ്ടാകും, മുതഅല്ലിഖാത്തുൽ ഫീൽ മുതഅല്ലിഖാത്തുകളും ഉണ്ടാകും. ഇതുപോലെ ഇദ്രിബ് സൈദൻ, ഇദ്രിബ് സൈദൻ എന്ന് പറഞ്ഞു കൊടുത്ത എല്ലാം ഉണ്ട്. മുസ്നദ് ഇലൈഹി ഉണ്ട്. ഏതാണ്? ആ മുസ്തത്തറായ ദമീർ മുസ്നദ് ഇലൈഹിയാണ്. ഇസ്നാദ് ഉണ്ട്, അല്ല മുസ്നദ് ഉണ്ട്. അതേതാ? ലർബ്. ഈ ലർബിനെ ഈ മുസ്തത്തറായ ദമീറിലേക്ക് ഇസ്നാദ് ചെയ്തു, ഇസ്നാദുമുണ്ട്. അമ്രൻ എന്ന് പറഞ്ഞ മഫൂല് മുതഅല്ലിഖുമാണ്. അതാണ് ശാരിഹ് പറഞ്ഞത്, വലാ വജ്ഹ ലിതഖ്സീസി ഹാദൽ കലാമി ബിൽ ഖബരി. ഈ കലാമിനെ ഖബർ കൊണ്ട് പ്രത്യേകമാക്കി. അതായത് ഖബറിന് മാത്രമേ മുസ്നദും മുസ്നദ് ഇലൈഹിയും ഇസ്നാദും ഉള്ളൂ, അതുപോലെ തന്നെ മുതഅല്ലിഖും ഉള്ളൂ എന്ന് മുസന്നിഫ് പറഞ്ഞു എന്നാണ് ഇപ്പൊ ശാരിഹ് പറയുന്നത്. മുസന്നിഫ് അങ്ങനെ തഖ്സീസാക്കിയിട്ടൊന്നുമില്ല. കാരണം നമ്മുടെ ഖബറിന് ഇത് കൂടാതെ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇൻഷാഇന് ഉണ്ടാവൂല എന്ന് മുസന്നിഫ് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഖബറിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ് പറയാനുള്ള കാരണം? ഖബറാണ് ഇൻഷാഇനേക്കാൾ വീര്യം കൂടിയ കലാമ്. കാരണം ഇൻഷാഅ കലാമ് അത് ഒന്നൊരിക്കൽ ഖബറിൽ നിന്ന് നക്കൽ ചെയ്യണം. ബിഇത്തു അസലിൽ എന്താണ്? ഖബരിയ കലാമാണ്. ഞാൻ വിറ്റു. അതിനെ എന്താകാം? ഞാൻ വിൽക്കുന്നു. വിൽപ്പനയെ ബൈഇനെ ഈജാദ് ചെയ്യുന്നിടത്തും ഈ ബിഇത്തു ആണ് ഉപയോഗിക്കല്. അപ്പോൾ ഖബറിൽ നിന്ന് ഇൻഷായിലേക്ക് നക്കൽ ചെയ്തു. അങ്ങനെ ഇൻഷാ ആയി. അതല്ലെങ്കിൽ എന്താണ്? കുറച്ച് കൂട്ടിക്കൊടുക്കണം. ഖബരിയ ഇൻഷാ, ഒരു കലാം ഇൻഷാ ആണെങ്കിൽ ഖബരിയ കലാമിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കൂട്ടിക്കൊടുത്തെങ്കിൽ അത് ഇൻഷാ ആവുള്ളൂ. അല്ലെങ്കിൽ ചുരുക്കണം. ഇപ്പൊ ഈ ലിരിബ്, അവിടുത്തെ ലിരിബ് എന്നാണ്. തായിനെ കളഞ്ഞ് ഒരു അംശനെ കൂട്ടി ഒരു കസറാക്കപ്പെട്ട അംശനെ കൊടുത്തു ഈ ലിരിബ്. അപ്പൊ ഇൻഷാ ആയി. അതുപോലെ തന്നെ ഹൽ സൈദുൻ കായിമുൻ, സയ്യിദുൻ ഖായിമുൻ എന്ന ഖബറിന്റെ കൂടെ ഒരു ഹല്ലിനെ അങ്ങോട്ട് കൂട്ടിക്കൊടുത്തപ്പോൾ എന്തായി? ഇൻഷാ ആയി. അതുകൊണ്ടാ. അപ്പോൾ ഇൻഷാവും ഖബറും നോക്കുമ്പോൾ ഖബറാണ് ഇൻഷായിനേക്കാൾ മേലെയായി നിൽക്കുന്നത്. ഇൻഷാ സ്വന്തമായി അങ്ങോട്ട് ജന്മം ഉണ്ടാവുകയില്ല.
ഖബറിന് ഖബറായും കൊണ്ട് തന്നെ ജന്മം ഉണ്ടാകും എങ്കിൽ ഇൻഷായിന് ഇൻഷാ ആയും കൊണ്ട് ജന്മം ഉണ്ടാവുകയില്ല. ഖബറിയായ കലാമിനെ ഇൻഷാ ആക്കുക എന്നല്ലാതെ അതിനെ അസ്ലിൽ ഇൻഷാ ആക്കുക എന്നല്ലാതെ ഖബർ കൊണ്ട് ചിലപ്പോൾ ഇൻഷായിനും കരുതും, ഇൻഷാ കൊണ്ട് ചിലപ്പോൾ ഖബറിനും കരുതും. അതല്ല ഈ പറഞ്ഞത്. ഇൻഷായായ കലാമിന് ഇൻഷാ ആയും കൊണ്ട് ജന്മം ഇല്ല. ഖബറിയായ കലാമിന് ഖബറായും കൊണ്ട് തന്നെ ജന്മം ഉണ്ട്. അതുകൊണ്ടായിരിക്കും മുസന്നിഫ് ഖബറിനെ മാത്രം പറയാനുള്ള കാരണം. ഏതായാലും ഷാരി പറയുന്നത് വലാ വജ്ഹന തഖ്സീസി ഹാദൽ കലാമി, ഈ കലാമിനെ ഖാസാക്കിയതിന് ഒരു ന്യായവുമില്ല. ബിൽ ഖബരി, ഖബർ കൊണ്ട് ഇൻഷായിനും ഉണ്ടാവും. അത് ശരിയാണ്, ഇൻഷായിനും ഉണ്ടാവും. അത് പ്രശ്നമൊന്നും ഇല്ല. ഏതായാലും ആവട്ടെ. ഇവിടെ 4 ബാബുകൾ ഈ പറഞ്ഞതിൽ നിന്ന് ലഭിച്ച് മുസന്നിഫ് തങ്ങൾ ഇവിടെ ഇൽമുൽ മആനി 8 ബാബിൽ മുൻഹസിറാകാനുള്ള കാരണം പറയാണ്. കലാമ് ഒന്നിരിക്കൽ ബലീഗായ കലാമാണല്ലോ ഇൽമുൽ മആനിയുടെ മൗദൂ. ആ ബലീഗായ കലാമ് അത് ഒരുപക്ഷെ ഖബറാണ്, അല്ലെങ്കിൽ ഇൻഷാ ആണ്. ഇത് രണ്ടല്ലാത്ത മൂന്നാമത് ഒന്ന് ഇവിടെ ഈ ദുനിയാവിൽ അല്ലാഹു തആല പഠിച്ചിട്ടില്ല. ഏതൊരു കലാമും ഒരുപക്ഷെ ഖബറായിരിക്കും, അല്ലെങ്കിൽ ഇൻഷാ ആയിരിക്കും. കലാമുനാ ലഫ്ളും മുഫീദുൻ കസ്തഖീം. ആ കലാമിന് ആദ്യം എടുത്ത ഉദാഹരണം തന്നെ ഇബ്നു മാലിക് എടുത്ത ഉദാഹരണം തന്നെ ഒരു ഇൻഷായിയായ കലാമാ. കലാമുനാ ലഫ്ളും മുഫീദുൻ കസ്തഖീം. കണ്ടോ, ആദ്യം തന്നെ എടുത്ത ഉദാഹരണം ഇസ്തഖീം. ഈ ഇസ്തഖീം എന്നുള്ളത് അത് മുഅ്തബറാണെന്ന് അറിയിക്കാൻ വേണ്ടി. ഖബറിന് ഈ 4ഉം ഈ 3 ഏതായാലും നിർബന്ധമാണ്. മുത്തഅല്ലിഖ് ചിലപ്പോഴൊക്കെ ഉണ്ടായേക്കാം. 4 ബാബ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്നദിന്റെ അഹ്വാലിനെ വിവരിക്കുന്നൊരു ബാബ്, മുസ്നദിന്റെ അഹ്വാലിനെ വിവരിക്കുന്നൊരു ബാബ്, ഇസ്നാദിന്റെ അഹ്വാലിനെ വിവരിക്കുന്നൊരു ബാബ്, മുത്തഅല്ലിഖാത്തുൽ ഫീലോ ഔ മാ ഫീ മഅനാഹു ആയ മുത്തഅല്ലിഖാത്തുകളെ വിവരിക്കുന്നൊരു ബാബ്. അപ്പോൾ ഇസ്നാദും മുസ്നദും മുസ്നദിലേഹിം മുത്തഅല്ലിഖാത്തും ഉണ്ടാകുമ്പോൾ ഇസ്നാദും തഅല്ലുഖും നമുക്ക് ലഭിച്ചു. വകുല്ലും മിനൽ ഇസ്നാദി വതഅല്ലുഖി, ഇസ്നാദ് തഅല്ലുഖ് എന്നിവയിൽ നിന്നുള്ള ഓരോന്നും. മുത്തഅല്ലിഖാത്തിൽ ഫീൽ ഉണ്ടാകുമ്പോൾ ഒരു തഅല്ലുഖ് ഉണ്ടാവും, ഫീലും ഈ മഫൂലുമായിട്ടുള്ള ബന്ധം. മുസ്നദും തമ്മിലുള്ള ഇസ്നാദ്, ഇസ്നാദ് തഅല്ലുഖിൽ നിന്ന് ഓരോന്നും ഇമ്മാ ബി ഖസ്രിൻ ഔ ബി ഗൈരി ഖസ്രിൻ, ഒരു പക്ഷേ ഖസ്ർ കൊണ്ടായിരിക്കും, ഔ ബി ഗൈരി ഖസ്രിൻ അല്ലെങ്കിൽ ഖസ്ർ കൂടാതെയായിരിക്കും. അപ്പോൾ ഖസ്ർ എന്ന മറ്റൊരു ബാബും ഇതിൽ നിന്ന് ലഭിച്ചു. വാസ്തവത്തിൽ ഖസ്ർ എന്നത് ഈ മുസ്നദിന്റെയോ മുസ്നദ് ഇലൈഹിന്റെയോ അഹ്വാലിൽപ്പെട്ടൊരു സംഗതിയാണ് ഖസ്ർ. അല്ലെങ്കിൽ അതുപോലെ തന്നെ മുത്തഅല്ലിഖിന്റെ അഹ്വാലിലും ഉൾപ്പെട്ടതാണ്. മുത്തഅല്ലിഖാത്തുൽ ഫീലിന്റെയോ മുസ്നദിന്റെയോ മുസ്നദ് ഇലൈഹിയുടെയോ അഹ്വാലിൽപ്പെട്ടതാണ് വാസ്തവത്തിൽ ഖസ്ർ. ഈ അഹ്വാലിൽപ്പെട്ട ഈ ഖസ്റിനെ മുസന്നിഫ് 5ാം ബാബായിട്ട് എണ്ണിയിട്ടുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. അതേ സമയത്ത് മുസ്നദ് ഇലൈഹിന്റെ അഹ്വാലിൽപ്പെട്ട തഖ്ദീമു തഅഖീർ അത് മുസ്നദിന്റെ അഹ്വാലിലും പെട്ടതാണ്, മുത്തഅല്ലിഖാത്തിന്റെ അഹ്വാലിലും പെട്ടതാണ്. തഖ്ദീമു തഅഖീർ, തഅരീഫ്, തൻകീർ, ഈ അഹ്വാലുകളെ ഒന്നും തനിയെ ഒരു ബാബായി എണ്ണാതെ ഖസ്ർ എന്ന ഹാലിനെ തനിയെ ഒരു ബാബായിട്ട് മുസന്നിഫ് ഇവിടെ എണ്ണി. അത് നമ്മൾ വേറെ മനസ്സിലാക്കണം. മുസ്നദ് ഇലൈഹിന്റെ അഹ്വാലിൽ പെട്ടതാണ് ഏത് ഖസ്ർ. ആ ഖസ്റിനെ സ്വന്തം ബാബായിട്ട് എണ്ണി. വകുല്ലു ജുംലത്തിൻ, എല്ലാ ജുംലയും, കരിനത്ത് ബി ഉഖ്റ, മറ്റൊരു ജുംലയോട് കൂടെ വന്ന അന്വയിച്ചു വന്ന ഒരു ജുംല. ഇമ്മാ മഅ്തൂഫത്തുൻ അലൈഹ, ഒന്നിരിക്കൽ ഈ ജുംല തൊട്ടു മുമ്പുള്ള ജുംലയുടെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടതായിരിക്കും.
ഔ ഗൈറു മഅ്തൂഫത്തിൻ, അല്ലെങ്കിൽ അത്ഫ് ചെയ്യപ്പെടാത്തതായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, മഅ്തൂഫായ ജുംലയുമുണ്ട്, ഗൈറു മഅ്തൂഫത്തായ ജുംലയുമുണ്ട്. ഇതിനാണ് ഇൽമുൽ മആനിയുടെ ഭാഷയിൽ വസ്ല് ഫസ്ല് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ വസ്ല് ഫസ്ല് ഒരു ആറാമത്തെ ബാബു നമുക്ക് ലഭിച്ചു. സംഗതി ഈ വസ്ല് ഫസ്ല് ജുംലന്റെ അഹ്വാലിൽപ്പെട്ടതാണ്. അതായത് അഹ്വാലുൽ ഇസ്നാദിന്റെ അഹ്വാലിൽ പെട്ടതാണെന്ന് അർത്ഥം. അപ്പോൾ ഇസ്നാദിന്റെ അഹ്വാലുകൾ ഒരുപാടുണ്ട്. തഅ്കീദ്, ഇതൊക്കെ ഇസ്നാദിന്റെ അഹ്വാലിൽപ്പെട്ടാണ്. തഅ്കീദൊക്കെ ഈ തഅ്കീദിനെ ഒരു സ്വന്തം ബാബായി എണ്ണിയില്ല. ജുംലന്റെ അഹ്വാലിൽ പെട്ടതാണ് തഅ്കീദ്. വസ്ല് ഫസ്ലും ജുംലയുടെ അഹ്വാലിൽപ്പെട്ടതാണ്. അപ്പോൾ ജുംലന്റെ അഹ്വാലിൽപ്പെട്ട വസ്ല് ഫസ്ലിനെ തനിയെ ഒരു ബാബായി എണ്ണുകയും അതേ ജുംലന്റെ അഹ്വാലിൽപ്പെട്ട തഅ്കീദിനെ അതിനൊരു ബാബായി എണ്ണാതെ അത് ഏതിൽപ്പെടുത്തി ഇസ്നാദിൽ ഉൾക്കൊള്ളിച്ചു. ഇത് നമ്മൾ വേറെ മനസ്സിലാക്കണം. എന്തായാലും ഇമ്മാ മഅ്തൂഫത്തുൻ അലൈഹ ഔ ഗൈറു മഅ്തൂഫത്തിൻ എന്ന് പറഞ്ഞതുകൊണ്ട് ആറാമതൊരു ബാബും നമുക്ക് ലഭിച്ചു. ഇനി വൽ കലാമുൽ ബലീഗു, ബലീഗായ കലാമ് ഇമ്മാ സായിദുൻ അലാ അസ്ലിൽ മുറാദി, ഒന്നിരിക്കുന്നത് അസ്ൽ മുറാദിനേക്കാൾ സായിദയാണ്, അധികം ഉള്ളതായിരിക്കും. ലിഫായിദത്തിൻ, ഒരു ഫായിദക്ക് വേണ്ടി. അപ്പോഴേ അത് എന്താവുള്ളൂ, ഇത്നാബാവുകയുള്ളൂ. അസ്ൽ മുറാദിനേക്കാൾ ഒരു ഫായിദക്ക് വേണ്ടി അധികം ഉണ്ടാവുന്നതാണ് എന്ത്, നീട്ടിപ്പറയൽ. അതാണ് ഇത്നാബ് എന്ന് പറഞ്ഞത്. ഇഹ്തറസ ബിഹി, ലിഫായിദത്തിൻ എന്ന കലിമത്തോട് സൂക്ഷിച്ചു. അലി തൊത്തുവീലി, തൊത്തുവീലിനെ തൊട്ട് സൂക്ഷിച്ചു. അതുപോലെ ഹശബിനെ തൊട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഹശബ് തത്വീല് എന്താണെന്ന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇജാസ് ഇത്നാബ് മുസാവാത്തിന്റെ ബാബിൽ അത് വരികയും ചെയ്യും. തൽഖീസിന്റെ ഇബാറത്തിൽ മുമ്പ് വക്കാനൽ ഖിസ്മു സാലിസു മിൻ മിഫ്താഹിൽ ഉലൂമി അല്ലദീ സന്നഫഹുൽ ഫാദിലുൽ അല്ലാമത്തു അബൂ യഅ്ഖൂബ യൂസുഫു സക്കാക്കി അഅലമ മാ സുന്നിഫ ഫീഹി മിനൽ കുതുബിൽ മശ്ഹൂറത്തി നഫഅൻ لكونه أحسنها ترتيبا وأتمها تحريرا وأكثرها للأصول جمعا ولكن كان غير مسؤول عن الحسب والتطويل. തൽഹീസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാരണം മുസന്നിഫ് പറഞ്ഞതാണത്. അത് ഹശബ് തത്വീലിനെ തൊട്ട് സൂക്ഷിക്കപ്പെട്ടതായില്ല. അവിടെ ഹശബ് തത്വീലിന്റെ നിർവചനം ചുരുക്കി വിവരിച്ചിട്ടുണ്ട് ശാരിഹ് റഹിമഹുല്ല. ആവശ്യമുള്ളവർ മറിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഹശബു തത്വീല് അതൊരു ഐബാണ്. ഫായിദ ഇല്ലാതെ ഇങ്ങനെ കുറെ അധികം പറയൽ അതൊരു ഐബാണ്. കലാം അത് ബലാഗത്തിന് എതിരുള്ള സംഗതിയാണ്. ഫായിദയ്ക്ക് വേണ്ടി അധികം പറയൽ അത് കലാമിന്റെ പവറും ആണ്. അതുകൊണ്ടാണ് ഈ ഫായിദത്തിൽ ഒരു ഫായിദയ്ക്ക് വേണ്ടി അസ്ൽ മുറാദിനേക്കാൾ നീട്ടിപ്പറയൽ, അധികം പറയൽ, അങ്ങനെ അധികമുള്ളതായിരിക്കും. അതുകൊണ്ട് ഇത്നാബ് അതിൽ നിന്ന് ലഭിച്ചു. അപ്പൊ ഇത്നാബ് ഇനി പറഞ്ഞ് തീർന്നിട്ടില്ല. ഇഹ്തറസ് ബിഹി അനി തത്വീലി അലാ അന്നഹു ലാ ഹാജത്ത ഇലൈഹി, ലീ ഫായിദത്തിൻ എന്നതിലേക്ക് ആവശ്യമില്ല, ഇല്ലാതിരിക്കലോടുകൂടെ ബഅദ തഖയീദിൽ കലാമി ബിൽ ബലീഗി, കലാമിന് ബലീഗ് എന്ന് കൈത് കൊടുത്തതിന്റെ പിന്നാലെ ലിഫായിദത്തിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ശാരിഹ് പറയുന്നത്. കാരണം ബലീഗായ കലാമാവുമ്പോ തന്നെ ഫായിദ ഉള്ളതായിരിക്കും. കാരണം എന്താണത്, ബലീഗായ കലാമ് എന്ന് പറഞ്ഞാൽ എന്താ, മുക്തദൽ ഹാലിനോട് ഒത്തത്. മുക്തദൽ ഹാലിനോട് ഒത്ത കലാമൊക്കെ അത് ഫായിദ കൂടാതെ കഴിയൂല. അപ്പൊ വൽക്കലാമും ബലീഗു എന്ന് പറഞ്ഞ നിലക്ക് പിന്നെ ഈ ഫായിദത്തിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞത് തത്വീലിനെ തൊട്ട് സൂക്ഷിക്കാനാണെങ്കിലും അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് ശാരിഹ് പറയുന്നത്. അത് ഉള്ളതൊന്നും കൂടിയും പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. മറ്റേത് കിട്ടുന്നത് ഒന്ന് വ്യക്തമാക്കിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല.
ഇൻഷാ അല്ലാഹ്. ഇപ്പൊ 7 ബാബായി. പിന്നെ ഇൻഷാ 1 8 ബാബ്. ഇത്രയും പറഞ്ഞത് എന്താണ്? അല്ല, അത് കഴിഞ്ഞിട്ടില്ല. ഔ ഗൈറു സായിദിൻ, അല്ലെങ്കിൽ സായിദ് അല്ലാത്തതായിരിക്കും. അതിൽ ഈജാസും മുസാവാത്തും പെട്ടു. ഈജാസ് ഒന്ന് ചുരുക്കി പറയുക, മുസാവാത്ത് സമത്തോട് സമം പറയുക. ആശയത്തോട് സമമായ ലഫ്ദിനെ പറയുന്നതിനാണ് മുസാവാത്ത്. ആശയത്തിനോട് സമമാകാതെ ചുരുക്കി പറയുന്നതാണ് ഈജാസ്. അതും ഫായിദക്ക് വേണ്ടിയാവണം. ഏതായാലും ബലീഗായ കലാമ് അസ്ല് മുറാദായ ആശയത്തേക്കാൾ കൂടുതലായിരിക്കും ഈ കലാമിലുണ്ടാവുക, അല്ലെങ്കിൽ കമ്മിയായിരിക്കും. കമ്മി ഉള്ളതിൽ മുസാവാത്തും ഈജാസും ഉൾപ്പെട്ടു, അധികമുള്ളതിൽ ഇത്നാബും ഉൾപ്പെട്ടു. ഇത് 7ാമത്തെ ബാബ് കിട്ടി. ഇൻഷാവും കൂട്ടിയാൽ 8 ബാബ് ലഭിച്ചു. ഇത്രയും പറഞ്ഞത് ഇൽമുൽ മആനി 8 ബാബിൽ മുൻഹസിറാകാനുള്ള കാരണമാണ്. എന്നാൽ ശാരിഹ് റഹിമഹുല്ലാ പറയുന്നു, ആദാ കുല്ലുഹു ലാഹിറുൻ, ഈ പറഞ്ഞതെല്ലാം എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. എന്ത് പറഞ്ഞത്? വൽ ഖബറു ലാ ബുദ്ദ ലഹു മിൻ മുസ്നദിൻ ഇലൈഹി വ മുസ്നദിൻ വ ഇസ്നാദിൻ വൽ മുസ്നദു ഖദ് യകൂനു ലഹു മുതഅല്ലിഖാത്തുൻ ഇദാ കാന ഫിഇലൻ ഔ മാ ഫീ മഅനാഹു وكل من الإسناد والتعلق إما بكسر أو بغير كسر وكل جملة كرنت بأخرى إما معطوفة عليها أو غير معطوفة والكلام البليغ إما زائد على أصل المراد لفائدة أو غير زائد. പറഞ്ഞത് ഇത് മുഴുവനും ലാഹിറാണ്. ലാകിൻ ലാ താഇല തഹത്തുഹു, അതിന്റെ താഴെ ഒരു ഫായിദയും ഇതുകൊണ്ട് ഇല്ല എന്നാണ്. നമുക്കൊക്കെ ഫായിദുണ്ട്. ഷാരി പറയുന്നതൊക്കെ അറിയപ്പെട്ട കാര്യമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാണ് ഷാരിഹി റഹിമഹുല്ല ഇവിടെ പറയുന്നത്. പറയേണ്ടത് ഇതല്ലായിരുന്നു. പറയേണ്ട വിഷയം മറ്റൊന്നാണ്. എന്ത്? ഇവിടെ ഷാരിഹി പറയുന്നു, لأن جميع ما ذكر من القصر والفصل والوصل والإيجاز ومقابليه, അതായത് ഈജാസും ഇത്നാബും ഇന്നമാ ഹുവ മിൻ അഹ്വാലിൽ ജുംലത്തി അവിൽ മുസ്നദി ഇലൈഹി അവിൽ മുസ്നദി മിസ്ലു തഅക്കീദ്. ഇവിടെന്താ ഈ പറയപ്പെട്ടത് മുഴുവനും ഖസ്ർ, ഫസ്ല്, വസ്ല്, ഈജാസ്, അതിന്റെ മുക്കാബിലകളായ ഇത്നാബും ഈജാസും മുസാവാത്തും. ഇന്നമാ ഹുവ മിൻ അഹ്വാലിൽ ജുംലത്തി, അത് ജുംലന്റെ അഹ്വാലിൽ പെട്ടതാണ്. ജുംലന്റെ അഹ്വാലിൽ പെട്ടത് ഈ പറഞ്ഞതിൽ ഇപ്പൊ ഏതാണ്? വസ്ല്, ഫസ്ല് ജുംലന്റെ അഹ്വാലിൽ പെട്ടതാണ്. അപ്പോൾ അത് ഏതിൽപ്പെട്ടു? ഇസ്നാദിന്റെ ബാബിൽ അത് ബാബു അഹ്വാലുൽ ഇസ്നാദി, ബാബു അഹ്വാലി ഇസ്നാദിൽ ഖബരിയിൽ അത് പെടും. അപ്പോ ഇസ്നാദിന്റെ അഹ്വാലുകളിൽപ്പെട്ട വസ്ല്, ഫസ്ലിനെ ഇവിടെ തനിയെ ഒരു ബാബായിട്ട് എണ്ണാനുള്ള കാരണം ആണ് വിവരിക്കേണ്ടത്. സ്വന്തം ഒരു ബാബാക്കാനും അതിനെ അഹ്വാലിൽപ്പെട്ട പലതിനെയും മാറ്റി നിർത്തി ഈ വസ്ല്, ഫസ്ലിനെ സ്വന്തം ഒരു ബാബാക്കാനുള്ള കാരണമാണ് പറയേണ്ടത്. പിന്നെ വസ്ല്, ഫസ്ല് പിന്നെ അതിന്റെ അഹ്വാലിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവിൽ മുസ്നദി ഇലൈഹി ജുംലന്റെ അഹ്വാലിൽപ്പെട്ടതാണ് വസ്ല്, ഫസ്ല്. കാരണം അത്തുഫ് ചെയ്തു വന്നാൽ, ജുംല മറ്റൊരു ജുംലന്റെ മേൽ അത്തുഫ് ചെയ്തു വന്നാൽ അത് വസ്ലും, അത്തുഫ് ചെയ്യാതെ വന്നാൽ ഫസ്ലും. അത് ജുംലന്റെ വസ്ലിയായ ജുംല, ഫസ്ലിയായ ജുംല, രണ്ട് ജുംലകളോടത്ത്. വസ്ലിയായ ജുംല എന്ന് പറഞ്ഞാൽ ഒരു ജുംലനെ മറ്റൊരു ജുംലന്റെ മേൽ അത്തുഫ് ചെയ്തു. ഫസ്ലിയായ ജുംല വൈറുമായി തൂഫത്തായത് ജുംലന്റെ അഹ്വാലിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഈജാസ്, ഇത്നാബ്, മുസാവാത്ത് അത് ജുംലന്റെ അഹ്വാലിലും ഉൾപ്പെടുത്താം, മുസ്നദ് ഇലൈഹിന്റെ അഹ്വാലിലും ഉൾപ്പെടുത്താം, മുസ്നദിന്റെ അഹ്വാലിലും ഉൾപ്പെടുത്താം, മുതഅല്ലിഖാത്തിന്റെ അഹ്വാലിൽ ഉൾപ്പെടുത്താം.
അങ്ങനെയാണ്. അപ്പോ അതും എന്താ അഹ്വാലിൽപ്പെട്ട ഈജാസ് ഇത്നാബ് മുസാവാത്തിനെ സ്വന്തം ഒരു ബാബായി എണ്ണുകയാണ് മുസന്നിഫ് ചെയ്തത്. അതുപോലെ കസർ, ഈ കസർ എന്നുള്ളത് അത് ജുംലന്റെ അഹ്വാലിൽപ്പെട്ടതല്ലെങ്കിലും മുസ്നദിലേഹി ഇസ്നാദിന്റെ അഹ്വാലിൽപ്പെട്ടതാണ്. കാരണം കസർ ഒരു പക്ഷെ എന്തായിരിക്കും, മുസ്നദ് ഇലഹിയെ ആയിരിക്കും, അല്ലെങ്കിൽ മുസ്നദിനെയാണ്, അല്ലെങ്കിൽ മുത്തഅല്ലിഖിനെ ആയിരിക്കും. വഖാബറൽ മഹ്സൂരി ഖദ്ദിം അബദാ കമാലനാ ഇല്ലത്തിബാഉ അഹ്മദാ. അവിടെ ഇല്ലത്തിബാഉ അഹ്മദ, മുസ്നദ് ഇലൈഹിയെ കസർ ചെയ്തു. മാ സയ്യിദുൻ ഇല്ലാ ഖായിമുൻ, അവിടെ മുസ്നദിനെ കസർ ചെയ്തു. ലാ തദ്രിബ് ഇല്ലാ അംറൻ, അവിടെ മുത്തഅല്ലിഖിനെ കസർ ചെയ്തു. അപ്പൊ കസർ എന്നുള്ളത് മുസ്നദ് ഇലൈഹിന്റെ അല്ലെങ്കിൽ മുസ്നദിന്റെ അല്ലെങ്കിൽ മുത്തഅല്ലിഖിന്റെ അഹ്വാലിൽപ്പെട്ടതാണ്. അതിനെയും ഒരു സ്വന്തം ബാബായി എണ്ണി. മുസന്നിഫ് ചെയ്യേണ്ടത് എന്തായിരുന്നു? മുസന്നിഫ് ഇവിടെ ചെയ്യേണ്ടത് ഹസറിന്റെ ബയാനിലേക്ക് ഇൽത്തിഫാത്ത് ചെയ്യാതെ ഈ വസ്ല് ഫസ്ല് ഈജാസ് ഇത്നാബ് മുസാവാത്ത് കസർ ഈ മൂന്ന് കാര്യത്തിനെ സ്വന്തം തനിച്ച് പറയാനും അതിനെ സ്വന്തം ബാബാക്കുവാനുള്ള കാരണമാണ് പറയേണ്ടത്. ഇൽമുൽ മആനി 8 ബാബിൽ മുൻഹസിറാണെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് അഹ്വാലികളിൽപ്പെട്ട ഈ 3 കാര്യങ്ങളെ സ്വന്തം ബാബാക്കാനുള്ള കാരണമായിരുന്നു വിവരിക്കേണ്ടത്. ഇൻഹിസാറിന്റെ ബയാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാണ് ശാരിഹ് ഇനി വിവരിക്കുന്നത്. ഫൽ വാജിബു ഫീ ഹാദൽ മഖാം എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അതാ കുല്ലുഹു ളാഹിറ അല്ലേ? അതെ, മിസ്ലു തഅക്കീദി വത്തഖ്ദീമി, തഅക്കീദ് പോലെ. തഅക്കീദ് എന്താണ്? ജുംലന്റെ അഹ്വാലിൽപ്പെട്ടതാണ്. അതിനെ സ്വന്തം ബാബായി എണ്ണിയിട്ടില്ല, അതിനെ തനിച്ചും പറഞ്ഞിട്ടില്ല. അത് ബാബു അഹ്വാലി ഇസ്നാദിൽ ഖബരിയിൽ അത് തഅക്കീദിനെ പറ്റി വിവരിക്കുന്നത്. തഖ്ദീം, തഅഖീർ. തഖ്ദീം മുസ്നദ് ഇലൈഹിനെ മുന്തിക്കൽ, മുസ്നദ് ഇലൈഹിയെ പിന്തിക്കൽ, അതൊക്കെ മുസ്നദ് ഇലൈഹിന്റെ അഹ്വാല്. അതുപോലെ തന്നെ മുസ്നദിന്റെ അഹ്വാല് തഅരീഫ്, തൻകീർ, ഹദ്ഫ്, ദിക്ർ, മൗസൂലാക്കി കൊണ്ടുവരൽ, ഇശാറത്തിന് ഇസ്മാക്കി കൊണ്ടുവരൽ, ഇതെല്ലാം മുസ്നദ് ഇലൈഹിന്റെയും മുസ്നദിന്റെയും ഒക്കെ അഹ്വാലാണ്. അതേ അഹ്വാലിൽപ്പെട്ടൊരു ഹാലാണ് എന്ത്? കസർ. ഈ കസറിനെ എന്താക്കി? തനിച്ചൊരു ബാബാക്കി. അപ്പൊ ഇതൊക്കെ എന്താണ്? ജുംലന്റെ അഹ്വാലോ അല്ലെങ്കിൽ മുസ്നദ് ഇലൈഹിന്റെ അഹ്വാലോ അല്ലെങ്കിൽ മുസ്നദിന്റെ അഹ്വാലിൽപ്പെട്ടതാണ്. അതാണ് ശാരി പറയുന്നത്. ലിഅന്ന ജമീഅ മാ ദുക്കിറ മിനൽ ഖസ്രി വൽ ഫസ്ലി വൽ വസ്ലി വൽ ഈജാസി വമുഖാബിലൈഹി ഇന്നമാ ഹുവ മിൻ അഹ്വാലിൽ ജുംല അവിൽ മുസ്നദി ഇലൈഹി അവിൽ മുസ്നദി. തഅക്കീദ് പോലെ, തഖ്ദീം പോലെ, തഅഖീർ പോലെ, അല്ലാത്തതുപോലെ വഗൈരി ദാലിക. ഫൽ വാജിബു ഫീ ഹാദൽ മഖാമി, ഈ മക്കാമിൽ മുസന്നിഫിന്റെ മേൽ നിർബന്ധമായ കാര്യം എന്തായിരുന്നു? ബയാനു സബബി ഇഫ്റാദിഹ, അഹ്വാലിൽപ്പെട്ട ഈ 3 കാര്യത്തിന് തനിപ്പിക്കാനുള്ള കാരണത്തെ ബയാൻ ചെയ്യലാണ്. തഖ്ദീമിനെ ഇവിടെ തനിപ്പിച്ച് പറഞ്ഞിട്ടില്ല. മുസ്നദ് ഇലൈഹിന്റെ ഒരു ഹാലാണ് തഖ്ദീം, അല്ലെങ്കിൽ മുസ്നദിന്റെ ഹാലിലും ഉൾപ്പെടുത്താം. ഇനി ആരുടെ ഹാലിലും ഉൾപ്പെടുത്താം? മുത്തഅല്ലിഖിന്റെ ഹാലിലും ഉൾപ്പെടുത്താം. തഖ്ദീമിനെ സയ്യിദൻ ദർബുത്തു, അവിടെ മുത്തഅല്ലിഖിനെ മുന്തിച്ചു. അതുപോലെ തന്നെ മുസ്നദ് ഇലൈഹിനെ മുന്തിക്കൽ, മുസ്നദ് ഇലൈഹിയെ പിന്തിക്കൽ, മുസ്നദിനെ മുന്തിക്കൽ, മുസ്നദിനെ പിന്തിക്കൽ, പറയൽ, കലയൽ, മഅരിഫയാക്കൽ, നിക്രയാക്കൽ, ഇതെല്ലാം അതിന്റെ അഹ്വാലുകളാണ്. അതേപോലത്തെ ഒരു അഹ്വാലാണെന്ത്? കസർ. ഈ കസർ അതുപോലെ തന്നെ വസ്ല് ഫസ്ല് ഇജാസ് ഇത്നാബ് മുസാവാത്തിനെ തനിപ്പിക്കാനുള്ള സബബിനെ ബയാൻ ചെയ്യലായിരുന്നു. വജഇലിഹ, അവയെ ആക്കലിനെ ബയാൻ ചെയ്യലുമായിരുന്നു. അബ്വാബ്, സ്വന്തം ബാബുകളാക്കിയതിന്റെ ബയാനും ആയിരുന്നു മുസന്നിഫിന്റെ മേൽ നിർബന്ധമായത്. വഖദ് ലഖസ്നാ ദാലിക,
നാം ആ കാര്യം ചുരുക്കി വിവരിച്ചിട്ടുണ്ട്. ഫിശ്റഹി മുത്തവ്വലിൽ അത് ഞാൻ ചുരുക്കി വിവരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് മറിച്ചു നോക്കാവുന്നതാണ്. തംബീഹുൻ, ഇതൊരു തംബീഹാകുന്നു. അലാ തഫ്സീരി സിദ്ഖി വൽ കദിബി, സിദ്ഖ് കദിബിന്റെ തഫ്സീറിൽ ഉള്ള ഒരു തംബീഹാണിത്. അല്ലദീ, എങ്ങനത്തെ സിദ്ഖും കദിബും ഖദ് സബഖ ഇശാറത്തും മാ ഇലൈഹി, ആ സിദ്ഖ് കദിബിലേക്ക് ഒരു ചെറിയ ഇശാറത്തും കടന്നിട്ടുണ്ട്. ഫി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗലിൽ, തുതാബിഖുഹു ഔ ലാ തുതാബിഖുഹു എന്ന് മുമ്പ് കഴിഞ്ഞ ഖൗലിൽ. എവിടെ കഴിഞ്ഞു? ഇൻകാനലി നിസ്ബത്തിഹി ഖാരിജുൻ തുതാബിഖുഹു ഔ ലാ തുതാബിഖുഹു എന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് സിദ്ഖ് കദിബിലേക്ക് ഒരു ചെറിയ ഇശാറത്ത്, ഒരു സൂചന കഴിഞ്ഞുപോയി. എന്താ? കലാമിയായ നിസ്ബ ഖാരിജിനോട് വക്കൽ. അപ്പൊ അത് സിദ്ഖായി. സെയ്ദുൻ ഖായിമെന്ന് ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ സെയ്ദുൻ ഖായിമാ, യഥാർത്ഥത്തിൽ സെയ്ദ് ഖായിമാണ്. അപ്പോ അത് സിദ്ഖാണ്. സെയ്ദുൻ ഖായിമൻ എന്ന് ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഖായിമല്ല, അപ്പൊ ഒത്തിട്ടില്ല, അപ്പൊ കദിബുമായി. അപ്പൊ തുതാബിഖുഹു ഔ ലാ തുതാബിഖുഹു എന്ന ഖൗലിൽ നിന്ന് സിദ്ഖ് കദിബിലേക്കുള്ളൊരു ചെറിയ ഇശാറത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സിദ്ഖ് കദിബിന്റെ തഫ്സീറിലുള്ള ഒരു തംബീഹാണ്. പറയട്ടെ, ഇഖ്തലഫൽ ഖായിലൂന ബിൻഹിസാരിൽ ഖബരി ഫി സിദ്ഖി വൽ കദിബി, ഖബർ സിദ്ഖിലും കദിബിലും മുൻഹസിറാണ് എന്നതുകൊണ്ട് പറയുന്നവർ ഇഖ്തിലാഫായി. സിദ്ഖിലും കദിബിലും മുൻഹസിറാണ് അല്ല എന്ന് പറയുന്നവരുമുണ്ട്. ജാഹിദ്, മുഅ്തസിലെത്തപ്പെട്ട ജാഹിദ് പറയുന്നത് എന്താ? ഖബർ സിദ്ഖും കദിബും അല്ലാത്ത ഖബറും ഉണ്ട് എന്നാണ്. സിദ്ഖിലും കദിബിലും ഖബർ മുൻഹസിറാണ് എന്ന് പറയുന്നവർ ഇഖ്തിലാഫായി ഫീ തഫ്സീരിഹിമാ, ആ സിദ്ഖിന്റെയും കദിബിന്റെയും തഫ്സീറിൽ. മുൻഹസിർ അല്ല എന്ന് പറയുന്നവരുടെ വാദം അവിടെ നിൽക്കട്ടെ, ഇവര് തന്നെ ഇഖ്തിലാഫായിട്ടുണ്ട്. ഫഖീല, പറയപ്പെട്ടു, സിദ്ഖുൽ ഖബരി, ഖബർ സാദിഖാവുക എന്നാൽ മുത്താബഖത്തുഹു ഐ മുത്താബഖത്തു ഹുക്മിഹി, ഖബറിന്റെ ഹുക്മു വക്കലാണ്. ലിൽ വാഖിഇ, യഥാർത്ഥത്തിൽ ഉള്ള ഖാരിജിയായ നിസ്ബയോട് വക്കലാണ്. യഥാർത്ഥത്തിൽ ഉള്ള ഖാരിജിയായ നിസ്ബ, അതായത് സെയ്ദുൻ ഖായിമുൻ എന്ന ഖബർ, ആ ഖബറുള്ള ഹുക്മെന്താ? സെയ്ദിന് ഖിയാമുണ്ട് എന്നതാണ്. ആ ഹുക്കുമ് യഥാർത്ഥത്തിൽ സെയ്ദ് എന്താണോ ഖായിമാണ് എങ്കിൽ ഒത്തു. യഥാർത്ഥത്തിലും സെയ്ദ് ഖായിമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഉള്ള ഖാരിജിയായ നിസ്ബയോട് വക്കലാണ്. അതാണ് സിദ്ഖ്. സെയ്ദുൻ ഖായിമുൻ എന്ന് പറയുകയും യഥാർത്ഥത്തിൽ സെയ്ദ് ആരാണ് താനും ഖായിമാണ്, ഇതിന് സിദ്ഖ് എന്ന് പറയും. ഇത് സാദിഖായ ഖബറാണ്. അൽ ഖബറു സാദിഖു എന്ന് പറയുന്നത് ഇതിനാണ്. അസ്ബാബുൽ ഇൽമി സലാസത്ത് എന്ന് പറഞ്ഞില്ലേ, ഇത് സാദിഖായ ഖബറാണ്. വഹുവ, വാക്ക് എന്നാൽ അൽ ഖാരിജു, ഖാരിജാണ്. ആ പറഞ്ഞുകൊണ്ട് എന്താ കിട്ടിയതെന്ന് വെച്ചാൽ, എന്താ കിട്ടിയത് ഇവിടെ? വാക്കിന്റെ മഅന നഫ്സുൽ അംർ എന്നല്ല, ഖാരിജിയായ നിസ്ബ, ഖാരിജിലുള്ള ഹുക്മ്, ആ നിസ്ബ, ആ നിസ്ബക്കാണ് ഇവിടെ വാക്ക് എന്ന കലിമത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഉള്ള ഖാരിജിയായ നിസ്ബയോട് വക്കലാണ്. ഇതാണ് ഇവിടുത്തെ മഅന. വഹുവ, വാക്ക് എന്നാൽ അൽ ഖാരിജു, ഖാരിജിയായ നിസ്ബയാണ്. അല്ലദീ യകൂനു, എങ്ങനത്തെ ഖാരിജ്? ആ ഖാരിജ് ഉണ്ടാകും ലി നിസ്ബത്തിൽ കലാമിൽ ഖബരി, ഖബരിയായ കലാമിന്റെ നിസ്ബക്ക് ഉണ്ടാകുന്ന ഖാരിജിയായ നിസ്ബ, ആ നിസ്ബയോട് വക്കലാണ്. വാക്ക്, ഖാരിജ്, ഇതിന് രണ്ടർത്ഥമുണ്ട് ഇവിടെ. ഖാരിജ്, വാക്ക് എന്ന കലിമത്തുകൾക്ക് നഫ്സുൽ അംർ എന്ന് അർത്ഥവുമുണ്ട്, പിന്നെ ഖാരിജിയായ നിസ്ബ എന്ന് അർത്ഥവും ഉണ്ട്.
ഇൻകാനലി നിസ്ബത്തിഹി ഖാരിജുൻ എന്ന് മുമ്പ് മുസന്നിഫ് പറഞ്ഞ ആ ഖാരിജിന്റെ മാന ഖാരിജിയായ നിസ്ബയാണ്, നഫ്സുൽ അംറല്ല. എന്നതുപോലെ ലിൽ വാക്കി എന്ന വാക്ക് ഖാരിജിയായ നിസ്ബയാണ് ഇവിടുത്തെ മാന, യഥാർത്ഥത്തിൽ ഉള്ള ഖാരിജിയായ നിസ്ബ എന്നാണ്. വകദിബുഹു ഐ കദിബുൽ ഖബരി, ഖബർ കാദിബാവുക എന്ന് പറഞ്ഞാൽ അദമുഹ, ഖബറുള്ള ഹുക്മ് വക്കാതിരിക്കലാണ്. ഐ അദമു മുത്താബക്കത്തിഹി, ഖബറിലുള്ള ഖബർ വക്കാതിരിക്കലാണ്. ആരോട്? ലിൽ വാക്കി, നഫ്സുൽ അംറിലുള്ള ഖാരിജിയായ നിസ്ബയോട് വക്കാതിരിക്കലാണ്. യഅനി മുസന്നിഫ് ഉദ്ദേശിക്കുന്നു എന്ത്? അന്ന ശൈഅൈനി, രണ്ട് കാര്യം, ഒന്ന് സെയ്ദും ഒന്ന് കായുമായിക്കോട്ടെ. അല്ലതൈനി, എങ്ങനത്തെ രണ്ട് കാര്യം? മൂക്കിയ ബൈനഹുമ, ആ രണ്ട് കാര്യത്തിന്റെ ഇടയിൽ വാക്കിയാക്കപ്പെട്ടു, നടപ്പിലാക്കപ്പെട്ടു. നിസ്ബത്തുൻ, നിസ്ബയെ ഫിൽ ഖബരി, ഖബറിൽ, അതായത് സെയ്ദ് കായിമാണ് അല്ലെങ്കിൽ സെയ്ദ് കായിമല്ല. ലാ ബുദ്ദ വഅൻ യകൂന ബൈനഹുമ, ആ രണ്ട് ഷൈഇന്റെ ഇടയിൽ ഉണ്ടാകൽ കൂടാതെ കഴിയില്ല. നിസ്ബത്തും ഫിൽ വാക്കി, യഥാർത്ഥത്തിൽ ഒരു നിസ്ബ. ഇവിടെ വാക്കിന് നഫ്സുൽ അംർ എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ ഒരു നിസ്ബ കൂടാതെ കഴിയൂല. ആ യഥാർത്ഥത്തിൽ ഉള്ള നിസ്ബക്ക് അതിനും വാക്കി എന്ന് പറയും, അതായത് ഖാരിജിയ നിസ്ബ. നേരത്തെ പറഞ്ഞ ലിൽ വാക്കി ഖാരിജിയ നിസ്ബ എന്നാണ് അർത്ഥം. ഇവിടെ ഫിൽ വാക്കി നഫ്സുൽ അംർ എന്നാണ് അർത്ഥം. ഫിൽ വാക്കി യഥാർത്ഥത്തിലുള്ള ഒരു നിസ്ബ കൂടാതെ കഴിയില്ല. അതായത് സെയ്ദും കായിമുൻ എന്ന് ഒരാൾ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു നിസ്ബ ഉണ്ടാവും. സെയ്ദിന് ഖിയാമു ഉണ്ടാകലാണ്, അപ്പോൾ ഉക്കൂ നിസ്ബത്തായി. അല്ലെ ഉണ്ടാകാതിരിക്കലാണ്, അപ്പോൾ ആ ഉക്കൂ നിസ്ബത്തായി. അല്ലെങ്കിൽ ഉക്കൂ ലാ ഉക്കൂ അവിടെ ഉണ്ടായി. സുബൂത്തോ നഫിയോ എന്നർത്ഥം. വാക്കിയിൽ ഒരു നിസ്ബ കൂടാതെ കഴിയുകയില്ല. അത് ഇതിനോട് ഒക്കുകയും ചെയ്യാം. വാക്കിയിലുള്ള നിസ്ബ ഇവിടെ കലാമിയ നിസ്ബയോട് ഒക്കുകയും ചെയ്യാം, ഒക്കാതിരിക്കുകയും ചെയ്യാം. ഐ മാ ഖത്ഇൻ നളരി അമ്മാ ഫി ദിഹ്നി, ദിഹ്നിലുള്ള ഒന്നിനെ തൊട്ട് ഖത്ഇ ചെയ്യലോടുകൂടെ. കാരണം സെയ്ദും കായിമുൻ എന്നതിൽ നിന്ന് മനസ്സിലാക്കുന്ന നിസ്ബുണ്ട്, സെയ്ദ് കായിമാണ് എന്ന്. ആ കലാമിൽ നിന്ന് മനസ്സിലാക്കുന്ന നിസ്ബ, അതാണ് ദിഹ്നിയായ നിസ്ബ. ദിഹ്നിയായ നിസ്ബയെ തൊട്ട് നെറിനെ ഖത്ഇ ചെയ്യലോടുകൂടെ. അമ്മ ഒരു നിസ്ബയെ തൊട്ടും യദുല്ലു അലൈഹിൽ കലാമു, ആ നിസ്ബയുടെ മേൽ കലാം അറിയിക്കും, അതായത് കലാമിയായ നിസ്ബ. അപ്പൊ കലാമിയായ നിസ്ബയെ തൊട്ടും ദീഹിനിയായ നിസ്ബയെ തൊട്ടും ഖത്ഇ ചെയ്യലോടുകൂടെ അത് രണ്ടോട് മാറ്റിവെച്ചാൽ ഫമുത്താബഖത്തു തിൽക്കൻ നിസ്ബത്തിൽ മഫ്ഹൂമത്തി മിനൽ കലാമി, കലാമിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട നിസ്ബ വക്കൽ ലിൻ നിസ്ബത്തില്ലത്തി ഫിൽ ഖാരിജി, ഖാരിജിൽ ഉള്ള, ഇവിടെ ഖാരിജിന് നഫ്സുൽ അംർ എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ ഉള്ള നിസ്ബയോട്. കണ്ടോ, ആദ്യം പറഞ്ഞുകൊണ്ട് ഫിൽ വാക്കി എന്ന് പറഞ്ഞു, ഇവിടെ ഫിൽ ഖാരിജി എന്ന് പറഞ്ഞു. അവിടെ ഫിൽ വാക്കി എന്ന് പറഞ്ഞ വാക്യം, ഇവിടെ ഫിൽ ഖാരിജി എന്ന് പറഞ്ഞ ഖാരിജും നഫ്സുൽ അംർ എന്നാണ് അർത്ഥം. ഫിൽ ഖാരിജി നഫ്സുൽ അംറുള്ള നിസ്ബയോട് കലാമിൽ നിന്ന് അറിയപ്പെട്ട നിസ്ബ ഒക്കലാകുന്നത്. അതെങ്ങനെ ഒക്കല്? ബിയന്തക്കൂന സുബൂത്തിയത്തൈനി, രണ്ടും സുബൂത്തിയത്താവുക. സെയ്ദ് കായിമാണെന്ന് പറഞ്ഞു, യഥാർത്ഥത്തിൽ സെയ്ദ് കായിമാണ്, അങ്ങനെ ഒക്കൽ. അല്ലെങ്കിലോ ഔ സെൽബിയത്തൈനി, രണ്ടും സെൽബിയാവലുമുണ്ട്. സെയ്ദ് കായിമല്ല എന്നാണ് ഫുലാൻ ബിനു ഫുലാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ സെയ്ദ് കായിമും അല്ല, അത് സിദുക്കും സിദുക്കാണ്. വ അദമുഹാ, ആ നിസ്ബ ഒക്കാതിരിക്കല്. ഇപ്പൊ മുത്താബഖത്തു തിൽക്കൽ നിസ്ബത്തി എന്ന് പറഞ്ഞില്ലേ, കലാമിയ നിസ്ബ ഒക്കൽ, ഖാരിജിലുള്ള നിസ്ബയോട് ഒക്കൽ. വ അദമുഹ, കലാമിലുള്ള നിസ്ബ ഖാരിജിയ നിസ്ബയോട് ഒക്കാതിരിക്കല്. വ അദമുഹ എന്ന് പറഞ്ഞാൽ കലാമിൽ നിന്നറിയപ്പെട്ട നിസ്ബ നഫ്സുൽ അംറിലുള്ള നിസ്ബയോട് ഒക്കാതിരിക്കല്. അതെങ്ങനെ? ബിഅൻ തക്കൂന
ബിഅൻ തകൂന യഹ്ദാഹുമാ സുബൂത്തിയത്തൻ വൽഉഖറാ സൽബിയത്തൻ. ഒന്ന് സുബൂത്തിയത്തും മറ്റേത് സൽബിയത്തും ആവലുകൊണ്ട്. പറഞ്ഞത് സെയ്ദുൻ ഖായിമു എന്നാണ്, യഥാർത്ഥത്തിൽ സെയ്ദ് ഖായിമല്ല. അല്ലെങ്കിൽ സെയ്ദ് ഖായിം അല്ല എന്നാണ് പറഞ്ഞത്, യഥാർത്ഥത്തിൽ സെയ്ദ് ഖായിമാണ്. ഒന്ന് സുബൂത്തിയത്തായി മറ്റേത് സൽബിയത്തും ആയാൽ കരിബുൻ, അത് കരിബാണ്. ഇപ്പോൾ പറഞ്ഞത് ഖബർ, സിദ്ഖുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഖബർ ഖാരിജിയായ നിസ്ബയോട് ഒക്കലാണ്. കരിബുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഖബർ എന്താണ്, ഖാരിജ നിസ്ബയോട് ഒക്കാതിരിക്കലാണ് എന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.